പ്രകൃതിയുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കും. കാരണം നമഃശിവായ ഈ പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് നേരെ ഈ തരത്തിലുള്ളതായിരിക്കുന്ന ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണവും അങ്ങനെയാണ് പറയാൻ. അപ്പോൾ നഗാരം എന്ന് പറയുന്നത് ഓവിൻ്റെ ഭാഗത്താണ്, അത് വടക്ക് ഭാഗത്താണ്. പിന്നെ മകാരം തെക്ക് ഭാഗത്താണ് അഗ്നി. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ശിഖാരം എന്ന് പറഞ്ഞ ജലം. അപ്പോൾ അവിടെ നേരെ അഗ്നിയും ജലവുമാണ് അവർ. അപ്പോൾ നേരെ ഭൂമിയിൽ നേരെ അഗ്നി, പിന്നെ ജലം, പിന്നെ വകാരം നേരെ വായുതത്വമാണ്, അത് കിഴക്ക് ഭാഗത്താണ്. യകാരം ആകാശത്തിലൊക്കെയാണ്. അതുകൊണ്ടാണ് ശിവൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ അവസാനം പോയിട്ട് മേൽപോട്ട് നോക്കുന്നത് ആകാശത്തെ നേരെ പ്രതിനിധാനം ചെയ്താണ്. അപ്പോൾ പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കലാണ് നമ്മുടെ ഈ നമഃശിവായ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമഃശിവായ എന്നുള്ള നാമജപം കൊണ്ട് പ്രകൃതിയുമായിട്ടുള്ള താതാത്മ്യം കൊണ്ടെന്താണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി, പ്രകൃതിയിലെ ആ കടുത്ത ശൈത്യം, കടുത്ത ഉഷ്ണം, അതേപോലെ ഇതെല്ലാം മഴ, വെയിൽ, മഞ്ഞ്, ഇതൊക്കെ നമുക്ക് നേരിടാനുള്ളതായിരിക്കുന്ന ശക്തി നമുക്ക് കിട്ടും. അതേപോലെ നമ്മുടെ ശബ്ദം, നമ്മുടെ ത്വക്ക്, ഇതൊക്കെ തന്നെ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ തൊലിയൊക്കെ തന്നെ. അപ്പം അതാണ് നമഃശിവായ ജപിക്കുന്ന ഒരു യോഗിക്ക് ആ നിത്യേന നമഃശിവായ ജപിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് ലക്ഷക്കണക്കിനാണ് ജപിക്കേണ്ടത്, അങ്ങനെ ജപിക്കുന്ന ഒരു യോഗിക്ക് നേരെ വാർദ്ധക്യം ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്.